ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സ്ഥാപനത്തിൽ മിക്കപ്പോഴും വരുന്ന എൻക്വയറികളിൽപ്പെട്ട ഒരു കാര്യമായിരിക്കും എങ്ങനെയാണ് ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുക എന്നുള്ളത്. ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് കുട്ടികളുടെ കേസിലാണെങ്കിൽ, അതായത് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ആണ് തിരുത്തുന്നതെങ്കിൽ, മൈനർ ആയിട്ടുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആണ് തിരുത്തുന്നതെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും പേരിലുള്ള സംയുക്ത അപേക്ഷയായിരിക്കും നമ്മൾ ഇതിലേക്ക് ഹാജരാക്കേണ്ടത്. ഇനിയല്ല 18 വയസ്സിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് തന്നെ അപേക്ഷകനാവാവുന്നതാണ്. അല്ലാത്ത കേസുകൾ ജോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലോഗിൻ ID പാസ്വേഡ് സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. എങ്ങനെയാണ് ലോഗിൻ ID പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന് മുന്നുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കിയതാണ്. സോ ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെയാണ് നമ്മൾ പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപേക്ഷ കൊടുക്കുന്നത്. ഇവിടെ ജനനം തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 3 ഓപ്ഷനുകൾ നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും ആദ്യത്തെ 3 ബോക്സും. അടുത്തായിട്ട് ജില്ല തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ജില്ല തെരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്താണ് തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുക. മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല, നിലവിൽ അവൈലബിൾ അല്ല. ഗ്രാമപഞ്ചായത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ഏത് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണോ പ്രസവം നടന്നത്, അല്ലെങ്കിൽ കുട്ടി ജനിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജനിച്ചത്, ആ ഒരു ഗ്രാമപഞ്ചായത്ത് ആയിരിക്കണം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം അപേക്ഷയുടെ അല്ലെങ്കിൽ അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളുടെ കേസിലാണെങ്കിൽ സംയുക്തമെന്നും, ഇനി എല്ലാ വലിയ ആളുടെ കേസിലാണെങ്കിൽ വ്യക്തിഗതമെന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഭാഗം സെലക്ട് ചെയ്ത് അടുത്തത് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകളാണ് ഇവിടെ അറിയേണ്ടത്. അപേക്ഷിക്കുന്ന ആളുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിലേതാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപേക്ഷകന്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മേൽവിലാസം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ വീട്ടുപേര്, അതുപോലെ തന്നെ പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, വാർഡ് നമ്പർ എന്നീ കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒപ്പം പോസ്റ്റ് ഓഫീസും അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് സ്റ്റാർ കാണിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം കത്തിടപാട് നടത്താനായിട്ട് സെയിം അഡ്രസ്സ് തന്നെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അവിടെ യെസ് ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് ടിക്ക് കൊടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ കോളങ്ങളൊക്കെ ഹൈഡ് ആവും. അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് സർട്ടിഫിക്കറ്റ് തിരുത്താനായിട്ടുള്ള ഫയലിംഗ് ആണ്. അതിനായിട്ട് ജില്ലയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പേരും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ തിരുത്തൽ തരം എന്നുള്ള ഭാഗത്ത് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പുള്ള കുട്ടിയുടെ പേര് തിരുത്തല്, സ്കൂളിൽ ചേർത്തതിന് ശേഷമുള്ള കുട്ടിയുടെ പേര് തിരുത്തല്, കുട്ടിയുടെ പേരിന്റെ ഇനീഷ്യൽ വികസിപ്പിക്കല്, ജനറൽ രജിസ്ട്രേഷൻ തിരുത്തല്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷനുകളുണ്ട്. അതിൽ ഏതാണോ വേണ്ട സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇനീഷ്യൽ വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ ഇനീഷ്യൽ വികസിപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസുകളൊക്കെ ആണെങ്കിൽ, അഡ്രസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ജനന രജിസ്ട്രേഷനിൽ തിരുത്തൽ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത് തുടരുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് കുട്ടിയുടെ ബർത്ത് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലിംഗം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. മാതാവിന്റെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരം മാത്രം ഇവിടെ കൊടുത്താൽ മതി, കൂടുതലൊന്നും കൊടുക്കണ്ട. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിരയുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് കുട്ടിയുടെ പേര് ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തിരുത്തൽ പ്രയോഗിക്കുക അല്ലെങ്കിൽ കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് അപേക്ഷിക്കുന്ന വിധം എന്നുള്ള ഭാഗത്ത് ഇവിടെ വ്യക്തിഗതം, സംയുക്തം 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണോ നമ്മൾ കുട്ടികളുടെ കേസിലായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സംയുക്തമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഞാനിപ്പോ വ്യക്തിഗതം മാത്രം ഇവിടെ കൊടുത്തു. അതിനുശേഷം അപേക്ഷകന്റെ നില എന്നുള്ള ഭാഗത്ത് സ്വയം, രക്ഷകർത്താവ്, വിവാഹമോചനം ലഭിച്ച വ്യക്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വിധവ, വിഭാര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് അപേക്ഷന്റെ പേര്, ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ കുറെ വിവരങ്ങൾ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്ഥിരമായിട്ടുള്ള മേൽവിലാസം, കുട്ടിയുടെ ജനനസമയത്തുള്ള മാതാപിതാക്കളുടെ മേൽവിലാസം, ജനന സ്ഥലം, കുറിപ്പുകൾ എന്നീ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനുണ്ട്. അത് കൃത്യമായിട്ട് കൊടുക്കുക. ആദ്യം തന്നെ അപേക്ഷകന്റെ പേര് കൊടുത്തു. അതുപോലെ തന്നെ അപേക്ഷകന്റെ അഡ്രസ്സ് കാര്യങ്ങൾ ഇവിടെ റെഡ് മാർക്ക് കാണുന്നത് മാത്രം കൃത്യമായിട്ട് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു അപേക്ഷ സേവ് ആയിട്ടുണ്ടാവും. നിയമപരമായിട്ട് എന്താണ് നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്. നമുക്കിതിനകത്ത് കുട്ടിയുടെ അച്ഛന്റെയോ അമ്മയുടെ പേര് തിരുത്താനുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആ ഒരു തിരുത്തേണ്ട ഭാഗത്ത് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തിട്ട് അത് കറക്റ്റ് ആക്കി കൊടുക്കാവുന്നതാണ്. ഇംഗ്ലീഷിലെ പേരോ അല്ലെങ്കിൽ മലയാളത്തിലെ പേരോ എന്താണോ അത് തെറ്റിയുള്ളത്, ഇംഗ്ലീഷ് മലയാളം തെറ്റിയിട്ടുണ്ടെങ്കിൽ 2 ബോക്സ് ടിക്ക് ഇട്ട് കൊടുക്കുക.
ഇനി എല്ലാ മാതാപിതാക്കളുടെ പേരിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതെന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ മാതാപിതാക്കളുടെ സ്ഥിരമായിട്ടുള്ള മേൽവിലാസമാണ്, നമുക്ക് മേൽവിലാസമാണ് തെറ്റ് തിരുത്തേണ്ടതെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് വീട്ടുപേരൊക്കെയാണ് തെറ്റ് തിരുത്തേണ്ടതെങ്കിൽ ഇവിടെ വീട്ടുപേരിന്റെ ഓപ്ഷൻ ഭാഗത്ത് മലയാളം ഇംഗ്ലീഷ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം പുതിയ വീട്ടുപേര് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല നമുക്ക് വീട്ടുപേരെന്നല്ല തിരുത്തേണ്ടത്, മറ്റുള്ള ഓപ്ഷനുകളാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏതാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് തിരുത്തി കൊടുക്കുക. അത് മാത്രം ടിക്കറ്റ് കൊടുത്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യും. അതുപോലെ തന്നെ കുട്ടിയുടെ ജനനസമയത്തുള്ള മാതാപിതാക്കളുടെ മേൽവിലാസമാണ് തിരുത്തേണ്ടതെങ്കിൽ അതും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക, അടുത്തെന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ജന്മസ്ഥലമാണ്, നമ്മളത് പ്രത്യേകിച്ചിട്ട് തിരുത്തലൊന്നും വരുത്തിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിവിടെ കുറിപ്പുകൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ആദ്യം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അപേക്ഷ തയ്യാറായിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് കസ്റ്റമർക്ക് ഇത് പ്രിന്റ് എടുത്ത് കൊടുത്തിട്ട് കൃത്യമായിട്ട് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യണം. അതിനുശേഷം ഇവിടെ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ ഒരു കത്തിടപാടുകൾക്കുള്ള ഓപ്ഷൻ നമ്മളോട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ നമുക്ക് 4 തരത്തിലുള്ള ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഒന്ന് സത്യവാങ്മൂലം, അതുപോലെ തന്നെ സത്യപ്രസ്താവന, അതുപോലെ തന്നെ മറ്റൊരു സത്യപ്രസ്താവന, അതുപോലെ തന്നെ തെളിയിക്കുന്ന രേഖ, നിങ്ങൾ അഡ്രസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള രേഖ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള എമൗണ്ട് നമ്മൾ അടക്കുക എന്നുള്ളതാണ്. 5 രൂപയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള എമൗണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഡിക്ലറേഷൻ ബോക്സ് കൊടുത്ത് ഇവിടെ ഈ കോഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് അടക്കുമ്പോൾ നമുക്ക് അതിന്റെ സ്ലിപ്പ് ലഭിക്കുന്നതാണ്, കസ്റ്റമർക്ക് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, അഡ്രസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാരന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തുന്നത്.